സാർ നിരന്തരം നെഹ്റു വിമർശകനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊരു പരാതിയുണ്ട്. അത് നെഹ്റു ആരാണ് എന്നുള്ളതിനെ സാർ തീർത്തും അവഗണിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നെഹ്റു ഗാന്ധി ശിഷ്യനാണ്. ഗാന്ധിയുടെ ഏറ്റവും സ്വന്തം ദത്തുപുത്രനെ പോലെ ഗാന്ധിജി കണക്കാക്കിയിരുന്ന ആൾ. മറ്റൊന്ന്, നെഹ്റു സെക്കുലറിസ്റ്റ് ആണ്. അദ്ദേഹം സോഷ്യലിസ്റ്റ് ആണ്, ജനാധിപത്യവാദിയാണ്. ഒരു ഭാരതത്തിന്റെ ശില്പി എന്നൊക്കെ പറയാൻ കഴിയുന്ന അത്രയേറെ സ്വതന്ത്ര ഭാരതത്തെ ഇത്രയധികം കുട്ടിയോജിപ്പിച്ച് നിർത്തിയിരുന്ന, ആ സ്വതന്ത്രമായതിനു ശേഷം 12 കൊല്ലത്തോളം അതിനെ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്ന നെഹ്റുവിനെ സാർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിനിശിതമായി വിമർശിക്കുന്നത്? ഒന്ന്, പ്രിയൻ ഈ പറഞ്ഞ അഭിപ്രായം തന്നെയായിരുന്നു നെഹ്റുവിനെ കുറിച്ച് എനിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ചരിത്രം ഇങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അപ്പോൾ ചാച്ചാജി, അങ്ങനെ നെഹ്റുവിന് ഒരുപാടുണ്ട്. നെഹ്റു കുട്ടികളുടെ ഇതാണ്, ചെറുപ്പക്കാരുടെ ഇതാണ്, പ്രായമായവരുടെയാണ്, സ്ത്രീകൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ചരിത്രമായതുകൊണ്ട്, വസ്തുതകളെ ആസ്പദമാക്കി ആയതുകൊണ്ട്, പിന്നീട് വന്ന ഓരോ കാര്യങ്ങളും ഞാൻ സ്കൂളിൽ പഠിച്ച നെഹ്റുവിൻ്റെ ചരിത്രം തെറ്റാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ഉദാഹരണത്തിന് ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? ഗാന്ധി ശിഷ്യൻ എന്നാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. ശരിയല്ലേ? ആണ്. പക്ഷേ 1927 നെഹ്റു, 28 നെഹ്റു ആകുന്നത്. നെഹ്റു ഇതിൻ്റെ AICC പ്രസിഡൻ്റായിട്ട് വരുന്നതിന് മുൻപ് ഗാന്ധിക്കൊരു കത്തെഴുതി. ആ കത്തിപ്പോൾ നെഹ്റുവിൻ്റെ ഭക്തനായ രാമചന്ദ്ര ഗുഹ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കത്ത് എന്താണെന്നറിയാമോ? ആ കത്തിൽ പറയുന്നു, എനിക്ക് അങ്ങ് പ്രചരിപ്പിക്കുന്ന സത്യത്തിലും അഹിംസയിലും എനിക്ക് വിശ്വാസമില്ല. ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ചർക്കയിൽ വിശ്വാസമില്ല. ഞാൻ ഗ്രാമീണ കുടിൽ വ്യവസായ സംരംഭങ്ങളിൽ വിശ്വസിക്കുന്നില്ല. എനിക്ക് വിശ്വാസം പാശ്ചാത്യ സോഷ്യലിസത്തിലും സെക്കുലറിസത്തിലുമാണ്. ഞാൻ വിഭാവനം ചെയ്യുന്ന സെക്കുലറിസം വന്നു കഴിഞ്ഞാൽ അത് മതരഹിതമാണ്. അവിടെ ഈ ഹിന്ദു മുസ്ലിം മൈത്രി എന്നുള്ള അപ്രസക്തമായ വിഷയമാണ്. സത്യത്തിലും അഹിംസയിലും ചർക്കയിലും ഖാദിയിലും ഒക്കെ വിശ്വസിക്കാത്ത ഒരാളാണ് വേറെ എന്ത് പറഞ്ഞാലും ഗാന്ധി ശിഷ്യൻ എന്ന് പറയാമോ? ഇല്ല, കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നെഹ്റു ഗാന്ധി ശിഷ്യനാണെന്ന് പറഞ്ഞാൽ കടുത്ത കാപട്യമാണ് എന്ന് പറയുന്നത്. എന്താ തെറ്റ്? രണ്ടാമത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം, നെഹ്റു സെക്കുലറിസ്റ്റ് ആണെന്നാണ്. ഓക്കെ, ഞാനും അങ്ങനെയൊക്കെ കരുതിയിരുന്നു. നെഹ്റുവിന് ദൈവത്തിൽ വിശ്വാസമില്ല, നെഹ്റു സെക്കുലറിസ്റ്റാണ്. പക്ഷേ ഒരു കാര്യം, 1947 ഓഗസ്റ്റ് 14 സായാഹ്ന സന്ധ്യ നെഹ്റു ഡൽഹിയിൽ താമസിക്കുന്നു. നിയുക്ത പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ നോമിനേഷൻ സ്വീകരിച്ചിരിക്കുമ്പോൾ എവിടുന്ന് നടരാജ ക്ഷേത്രമില്ലേ തമിഴ്നാട്ടില്ല, ആ നടരാജ ക്ഷേത്രത്തിൽ നിന്നുള്ള പൂജാരിമാര് ഡൽഹിയിലെത്തി നടരാജന് നേദിച്ച നിവേദ്യച്ചോറുമായിട്ട് ഫ്ലൈറ്റിലാണ് അവർ പറഞ്ഞെത്തിയത്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? നെഹ്റുവിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് കാശ്മീരി ശൈവ ബ്രാഹ്മണരായ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ ക്ഷത്രിയരായ രാജാക്കന്മാരെ എങ്ങനെയാണോ ചക്രവർത്തിയായിട്ട് അവരോധിക്കുന്നത് ആ രീതിയിലുള്ള കർമ്മങ്ങൾ നടത്തി അവരോധിച്ചു. നെഹ്റു കുളിച്ച് ഈറനായി പട്ടുടുത്ത് തൊഴുകൈയോടുകൂടി ഇവരുടെ മുമ്പിൽ ഇരുന്ന്. ഇതൊരു സെക്കുലറിസ്റ്റിന് ചേർന്ന പണിയാണ്. നിങ്ങൾ പറയൂ, ഞാൻ കുറ്റം പറഞ്ഞു എന്നാണല്ലോ പറയണ. ഇതൊരു സെക്കുലറിസ്റ്റിന് ചേർന്ന പണിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ദൈവത്തിലും മതത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ഒരാളുടെ ഈ ചിതാഭസ്മം എവിടെ തൂകിയാൽ എന്താണ്?
അത് എന്തിനാണ് ഇന്ത്യയിലെ എല്ലാ നദികളിലും പുണ്യ നദികളിലും തൂകണമെന്ന് ഇയാൾ എഴുതി വെച്ചത്? എന്തിനെഴുതി വെച്ചു? ഹിമാലയത്തില് ഹിമാലയത്തില്, ഗംഗയില്, യമുനയില്, ഭഗീര്, ഇങ്ങനെ എല്ലായിടത്തും തൂകണം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരെ. ഇന്ത്യൻ സമുദ്രത്തിൽ വരെ ഇത് എത്തണം എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ തൂവുക എന്ന് പറഞ്ഞാൽ മതപരമായ ചടങ്ങല്ലേ? അതെ. അപ്പോ കാപട്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കാപട്യമാണ്. ഒന്നുകിൽ നിങ്ങൾക്കും ഇങ്ങനൊരു സെക്കുലറിസ്റ്റ് ആകാൻ ആര് പറഞ്ഞു? ഇങ്ങർക്ക് മതത്തിൽ വിശ്വാസം നേരിട്ട് ഇപ്പൊ ആരും ഇവിടെ ഒന്നും എതിർക്കാൻ പോകുന്നില്ലല്ലോ. അപ്പൊ സെക്കുലറിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഞാനിത് വിമർശിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. മൂന്നാമത് നിങ്ങൾ പറഞ്ഞത് ഇദ്ദേഹം ജനാധിപത്യവാദിയാണെന്നാണ്. ഞാനും അങ്ങനെ ധരിച്ചിരുന്നു. കാരണം ഇത്രയേറെ ഈ സ്തുതിപാഠകരുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ശങ്കർ എന്നൊക്കെ പറഞ്ഞ ചില കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു, മലയാളിയായിട്ടുള്ള. നിന്ദാസ്തുതിയായിരുന്നു. നെഹ്റുവിനെ വിമർശിക്കുന്നു എന്ന പേരിൽ നെഹ്റുവിനെ പ്രശംസിച്ചുകൊണ്ടിരുന്നവരാണ് അവർ. നിന്ദാസ്തുതിക്കാരായിരുന്നു. ആ നിന്ദാസ്തുതിയിൽ ഇങ്ങനെ അഭിരമിച്ചിരിക്കും. അപ്പോഴാണ് മിസ്റ്റർ ശങ്കർ ഡോണ്ട് സ്പെയർ മീ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ജനാധിപത്യവാദി എപ്പോഴും ഭൂരിപക്ഷ അഭിപ്രായത്തെ അംഗീകരിക്കണമല്ലോ. വേണം. അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇല്ല. 1946 നെഹ്റു ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ അന്ന് 13 പ്രോവിൻസുകളുണ്ട് കോൺഗ്രസിന്. അപ്പൊ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പ്രോവിൻസിന്റെ അധ്യക്ഷന്മാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു ആരായിരിക്കണം പ്രധാനമന്ത്രി എന്ന് പറയാൻ പറഞ്ഞു. 12 പേരും ഒരാളുടെ പേര് നിർദ്ദേശിച്ചു. ആരെന്നറിയാമോ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ. അവസാനത്തെ 13 എന്ത് ചെയ്യുന്നറിയാമോ? അയാളുടെ പേര് തന്നെ പറഞ്ഞു. ഒരാളും നെഹ്റുവിന്റെ പേര് പറഞ്ഞില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാള് എന്താ പറയേണ്ടത്? ഒറ്റാളും എൻ്റെ പേര് പറയാത്ത സ്ഥിതിക്കും, ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടേലിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്കും ആ സ്ഥാനത്ത് ഞാനല്ല വരേണ്ടത്, പട്ടേലാണെന്നല്ലേ? ഗാന്ധിയെ സ്വാധീനിച്ച് ആ പദവി തട്ടിയെടുത്ത ഒരാളെ ജനാധിപത്യവാദി എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറയൂ. ഒരാളും തിരഞ്ഞെടുത്തിട്ടില്ല. ഗാന്ധിയെ സ്വാധീനം കൊണ്ട് നോമിനേറ്റഡ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയാണ് ചെയ്തത്. ഇനി ജനാധിപത്യത്തിൽ വിരുദ്ധാഭിപ്രായങ്ങൾക്ക് സ്പേസ് കൊടുക്കണം, അതാണ് നെഹ്റു ചെയ്തിരുന്നല്ലേ പറയണ. നെഹ്റു ഈ 17 കൊല്ലത്തെ ഭരണം കൊണ്ട് 16 പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, 16 പുസ്തകങ്ങൾ. നെഹ്റുവിനെ വിമർശിക്കുന്ന പുസ്തകങ്ങളാണ് നിരോധിച്ചത് മുഴുവനും. നെഹ്റു മറ്റൊരു പേരിൽ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതി എന്നൊക്കെ വലിയ അല്ല, അത് അപ്പൊ ഇതെന്താണ്? എന്നെ ഞാൻ തന്നെ വിമർശിച്ചുകൊണ്ട്, അതായത് എന്നെ വിമർശിക്കാനും ഇന്നതിനപ്പുറത്തേക്ക് വിമർശനം പോകരുതെന്നുള്ള താക്കീതാണ് ആ കൊടുത്തത്. ശരിക്കും വിമർശിച്ച 16 പുസ്തകങ്ങൾ, 10 സിനിമയും നിരോധിച്ചു. നയന വേഴ്സ് ടു രാമ അടക്കം. അതിൽ ഈ നയന വേഴ്സ് ടു രാമ എന്നുള്ളത് ഗാന്ധിയുടെ അസാസിനേഷനെ കുറിച്ചാണ്. രാമ റീടോൾഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഒബ്രി മേനോൻ എഴുതിയതാണ്. ഒബ്രി മേനോൻ ഒരു മലയാള കണക്ഷൻ ഉള്ളതാണ്. ആ ഒബ്രി മേനോൻ എഴുതിയ ഗാന്ധി റീടോൾഡ് എന്ന് പറയുന്ന പുസ്തകവും നിരോധിച്ചു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരിക്ക് അത് ഭൂഷണമാണോ? പിന്നെ എന്ത് ജനാധിപത്യമാണ്? അപ്പൊ നിങ്ങൾ ജനാധിപത്യവാദിയാണെന്ന് പറഞ്ഞ് കാപട്യമാണ്. അപ്പോൾ ഗാന്ധി ശിഷ്യൻ കാപട്യം, സെക്കുലറിസ്റ്റ് കാപട്യം. എനിക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ഞാൻ മതത്തെ വിശ്വസിക്കും, കാപട്യം. ജനാധിപത്യവാദി അതിനേക്കാൾ വലിയ കാപട്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു ജനാധിപത്യവാദിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ പറ്റുമോ? ഇല്ല. 57 അത് ചെയ്തില്ലേ? പിന്നെ എന്ത് ജനാധിപത്യമാണ് ഈ പറയുന്നത്? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരിക്കലും ജനങ്ങളുടെ അഭിപ്രായത്തെയും ഭൂരിപക്ഷത്തെയും മാനിക്കാത്ത പ്രധാനമന്ത്രിയാണ് ആര്? നെഹ്റു. ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഇനി അടുത്ത പരിപാടി എന്താണ്? സോഷ്യലിസ്റ്റ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു സോഷ്യലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട കടമ എന്താണ്? ഏറ്റവും പ്രാഥമികമായിട്ട് എല്ലാവർക്കും ആഹാരം എത്തിച്ചു കൊടുക്കലാണ്.
അതാണ് സോഷ്യലിസത്തിൻ്റെ ഏറ്റവും ബേസിക് പാഠം. ഞാൻ പഠിച്ചേക്കണം അങ്ങനെയാണ്, തിരുത്താൻ തയ്യാറാണ്. കാരണം ലോകത്ത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, വിദ്യാഭ്യാസം, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ഏറ്റവും ചെറിയവന് പോലും എത്തിച്ചു കൊടുക്കുന്നതാണ് സോഷ്യലിസം. അതിനുവേണ്ടി നമ്മുടെ സമ്പത്തിനെ തുല്യമായി വിതരണം ചെയ്യുകയും പൊതുഘടനയിൽ കൊണ്ടുവരികയും വേണം. ഇതാണ് സോഷ്യലിസം പഠിപ്പിക്കുന്നത്. ശരിയല്ലേ? ബാക്കിയൊക്കെ അതിൻ്റെ അലങ്കാരങ്ങളാണ്, അതൊക്കെ മാറ്റിവെക്കും. നെഹ്റു 17 കൊല്ലം ഭരിച്ചിട്ട് 51% പേര് കൊടും പട്ടിണിക്കാരായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യവും എപ്പോഴും, അല്ലെങ്കിൽ ജനാധിപത്യവും സോഷ്യലിസവും വിശക്കുന്നവൻ്റെ മുന്നിൽ ആഹാരത്തിൻ്റെ രൂപത്തിലേ അവതരിക്കൂ, ദൈവം മാത്രമല്ല. അങ്ങനെ താൻ 17 കൊല്ലം ഭരിച്ചിട്ട് 51% മനുഷ്യരെ പട്ടിണിക്കിട്ട ഒരു പ്രധാനമന്ത്രിയെ പ്രശംസിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. അന്ന് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇനി പിന്നെ എന്താ, നവഭാരത ശില്പി എന്നാണ് പറയുന്നത്. ഈ നവഭാരതം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ റഷ്യൻ സോഷ്യലിസത്തിൻ്റെ മാതൃക സ്വീകരിച്ച എവിടെ നവഭാരതം വരും? എവിടെ വരും? 75% ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കാലത്ത് പ്രധാനമന്ത്രിയായ ഏതൊരു മനുഷ്യനും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അല്ല, വ്യാവസായികവൽക്കരണം. ആഹാരം ഉണ്ടാക്കണ്ടേ? കൃഷി, മനുഷ്യരുടെ തൊഴില്, എല്ലാവർക്കും തൊഴില്, എല്ലാവർക്കും ഭക്ഷണം. ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനമല്ലേ ചെയ്യേണ്ടത്? അതിനു വേണ്ടിയിട്ട് പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഉണ്ടാക്കാനുള്ള സംവിധാനമല്ലേ ചെയ്യേണ്ടത്? എന്ത് ചെയ്തു? പിന്നെ എന്ത് നവഭാരതം ഉണ്ടാക്കിയെന്നാ പറഞ്ഞത്? അപ്പൊ പറയണ IIT ഉണ്ടാക്കിയെന്ന്. ഇതൊക്കെ ജിമ്മിക്കുകളാണ്. അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നെഹ്റു. എങ്ങനെ അദ്ദേഹത്തെ വിമർശിക്കാതിരിക്കാൻ പറ്റും? വിമർശിക്കണ്ടേ? തീർച്ചയായും വിമർശിക്കണം. ഇനി അത് അവസാനമായിട്ടും കൂടി ഞാൻ പറഞ്ഞു നിർത്താം. കുടുംബാധിപത്യത്തിന് വഴിവെച്ച ആളാണ് നെഹ്റു. നെഹ്റു ഈസ്റ്റേൺ മറ്റേ ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന കാലത്ത് ഹീബ്രു, എന്താണ് അതിൻ്റെ പേര്, ഒരു ഇതുണ്ടല്ലോ, ഹീത്രോ അല്ല, അവിടെ ഒരു ഇതുണ്ട്, ആ സ്കൂളിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പ്രമാണിമാർ പഠിക്കണം. ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നെഹ്റുവിൻ്റെ അച്ഛനായ മറ്റേ എന്താണ് മോത്തിലാൽ ഒരു കത്തെഴുതി. കത്ത് ഞാൻ പറയാം. അത് താങ്ക്സ് ടു മറ്റേ രാമേന്ദ്ര ഗുഹ കത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. മകനെ, ഈ നെഹ്റു സാമ്രാജ്യത്തിന് അസ്ഥിവാരം ഇട്ട ആള് ഞാനാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും, അല്പം പോലും പൊങ്ങച്ചമില്ലാതെ. ഈ അസ്ഥിവാരത്തിൽ ഒരു മഹാസൗധം പടുത്തുയർത്തേണ്ട ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഇത്രയും അച്ചടക്കമുള്ള പിതാവിനെ അനുസരിച്ച ഒരു പുത്രൻ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അദ്ദേഹം ആ കുടുംബാധിപത്യ സാമ്രാജ്യം സ്ഥാപിച്ചു. കുടുംബാധിപത്യവും ജനാധിപത്യവും ഒരുമിച്ച് പോവില്ല. അതുകൊണ്ട് നെഹ്റുവിനെ വിമർശിക്കുമ്പോൾ അത് എന്തോ വ്യക്തിപരമാണ് എന്ന നിലക്ക് പറയുന്നത് മഹാകഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.